വളരെ നാടകീയമായും രഹസ്യ സ്വഭാവത്തോടെയുമാണ് കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതി ഷിംജിത മുസ്തഫയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഷിംജിതക്കെതിരായി ചുമത്തിയ ആത്മഹത്യാ പ്രേരണാ കുറ്റം ജാമ്യമില്ലാ വകുപ്പ് ആണെന്നിരിക്കെ ഷിംജിത വിദേശത്തേക്ക് കടന്നുവെന്നായിരുന്നു ആദ്യ പ്രചാരണം. കഴിഞ്ഞ ദിവസം രാവിലെ പോലീസ് ഷിംജിതക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കുകയും ചെയ്തു. പ്രതിയുടെ അഭിഭാഷകൻ മുൻകൂർ ജാമ്യാപേക്ഷയും കോടതിയിൽ ഫയൽ ചെയ്തിരുന്നു. ഇതിനിടയ്ക്കാണ് ഉച്ചയ്ക്ക് 1 മണിയോടെ ഷിംജിത പിടിയിലായി എന്ന അഭ്യൂഹങ്ങൾ പറഞ്ഞത്. വൈകിട്ട് 3 മണിയോടെ ഷിംജിതയെ വടകരയിലെ ബന്ധുവീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തു. മഫ്തിയിലാണ് പോലീസ് വീട്ടിലെത്തിയത്. ഷിംജിതയെ കാറിൽ കയറ്റി കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ച് വൈദ്യപരിശോധനയും പൂർത്തിയാക്കി. ഇതിനിടയ്ക്ക് കാർ മാറ്റി പോലീസ് ജീപ്പ് കൊണ്ടുവന്നു. ഉദ്യോഗസ്ഥർ പോലീസ് യൂണിഫോം അണിഞ്ഞു. മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുമെന്നായിരുന്നു ആദ്യ വിവരം. 4 മണിയോടെ സ്റ്റേഷന് മുൻപിൽ വൻ ജനക്കൂട്ടം, മാധ്യമങ്ങളും എത്തി. ഇതോടെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയെന്ന പ്ലാൻ പോലീസ് ഉപേക്ഷിച്ചു. സമയം 4:30യോടെയാണ് കുന്നമംഗലം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ പ്രതിയെ ഹാജരാക്കിയത്. പ്രതിയെ കൊണ്ടുവരുമ്പോൾ തന്നെ കോടതിക്ക് മുൻപിൽ പോലീസ് സന്നാഹമായിരുന്നു. കോടതിയിൽ നിന്ന് മഞ്ചേരി ജയിലിലേക്ക് കൊണ്ടുപോകാൻ പുറത്തിറങ്ങിയപ്പോൾ ജീപ്പിനു ചുറ്റും ഷിംജിതയ്ക്ക് പോലീസ് സംരക്ഷണമൊരുക്കി. മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കാത്തതിൽ BJP പ്രവർത്തകർ പ്രതിഷേധിക്കുകയും ചെയ്തു. മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ ഹാജരാക്കി ഇവിടെ നിന്നാണ് വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകേണ്ടത്. അങ്ങനെ വൈദ്യപരിശോധനയ്ക്കൊന്നും കൊണ്ടുപോകാതെ ഓൺ ദ വേ തന്നെ അവിടെ കൊയിലാണ്ടി താലൂക്ക് ഹോസ്പിറ്റലിൽ വൈദ്യപരിശോധന നടത്തുന്നു, നേരിട്ട് കോടതിയിൽ ഹാജരാക്കുന്നു. അങ്ങനെ പ്രതിക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ സാഹചര്യവും തുടക്കം മുതലേ ഒരുക്കി എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. വൈകിട്ട് 6:30യോടെയാണ് മഞ്ചേരി ജയിലിലേക്ക് ഷിംജിതയുമായി പോലീസ് വാഹനമെത്തിയത്. അവിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നിലയുറപ്പിച്ചിരുന്നു. പോലീസ് സംരക്ഷണമൊരുക്കി. മാധ്യമങ്ങൾക്കും ജനങ്ങൾക്കുമിടയിലൂടെ പോലീസ് സംരക്ഷണത്തിൽ പ്രതി ജയിലിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു. ദീപകിന്റെ ആത്മഹത്യയിൽ യുവതിക്കെതിരെ വലിയ സൈബർ ആക്രമണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടന്നത്. വലിയ ജനരോഷമുണ്ട്. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലാതിരിക്കാനാണ് പോലീസ് സംരക്ഷണമൊരുക്കിയത്. അതീവ രഹസ്യത്തോടെ പോലീസ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.